എല്ലാവർക്കും നമസ്കാരം. ക്രൈസിസ് സർക്യൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വിഷയം, നമ്മളുടെ വീട്ടിലോട്ട് വാങ്ങിക്കേണ്ടത് ഒരു മൈക്രോവേവ് ഓവനാണോ അതോ OTG ആണോ? അത് ചില ആൾക്കാർ ഓവൻ എന്ന് മാത്രം വിളിക്കും. എല്ലാവർക്കും ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിലെന്താണ് നമ്മൾ വാങ്ങേണ്ടത്, ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണ് എന്ന കൺഫ്യൂഷനുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ നോളജ് ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഈ കാണുന്ന ഇതൊരു മൈക്രോവേവ് ഓവനാണ്. അപ്പം ഈ മൈക്രോവേവ് ഓവൻ തന്നെ പല കാറ്റഗറിയിൽ വരും. അപ്പം പല ഫങ്ഷനാലിറ്റീസ് ഒരുമിച്ച് കൂടിയ മൈക്രോവേവ് ഓവൻ വരും. അപ്പോൾ ഇത് അതുപോലുള്ളൊരു ഓവനാണ്. അപ്പോൾ എന്താണ് ഈ മൈക്രോവേവ് ഓവൻ ചെയ്യുന്നത്? അപ്പോൾ മൈക്രോവേവ് ഓവനിൻ്റെ ബേസിക് ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മൈക്രോവേവ് ആണ്. ഇപ്പോൾ മൈക്രോവേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓവനുകളിലെല്ലാം ഉപയോഗിക്കുന്നത് 2.4 GHz ഫ്രീക്വൻസിയിലുള്ള ഒരു വേവ് ഇതിനകത്തൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് ആ വേവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മാഗ്നട്രോൺ ഉണ്ട്. ആ മാഗ്നട്രോണിൽ നമ്മൾ ഇത് സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്കിന് പവർ വന്നിട്ട് ഇതിനകത്ത് 2.4 GHz ഒരു വേവ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു വേവ് ഇങ്ങനെ പോകുമ്പോഴത്തേന്, അപ്പോൾ ഇതിനകത്ത് നമ്മളിങ്ങനെ ഫുഡ് പാർട്ടിക്കിൾ വെക്കുമ്പോഴത്തേന്, ഒരു പാത്രത്തിലോ വല്ല ഫുഡ് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കിന് ആ വേവ് ഇങ്ങനെ പോകുമ്പോൾ ആ വേവിലുള്ള എനർജി നമ്മളുടെ ഈ ഫുഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും വാട്ടർ മോളിക്യൂൾസ് ആ എനർജി അബ്സോർബ് ചെയ്ത് വെള്ളം ചൂടായാണ് നമ്മളുടെ ഫുഡ് ചൂടാവുകയും ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൈക്രോവേവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫുഡ് റീഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫുഡ് ചൂടാക്കുക, അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുക, അല്ലെങ്കിൽ ആവി ഉണ്ടാക്കുക, ഇതുപോലെയുള്ള ഫങ്ഷനാലിറ്റീസിനാണ് നമ്മൾ മൈക്രോവേവ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ മൈക്രോവേവിനകത്ത് ഇങ്ങനെ ഒരു വേവാണ്. ആ വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു വേവിൻ്റെ ഇങ്ങനെയുള്ളൊരു ദൂരം, ആ ദൂരം എന്ന് പറഞ്ഞ ശേഷം 12 സെൻറ്റിമീറ്റർ വരും. ഇപ്പോൾ ഞാനിപ്പോൾ വിരൽ വെച്ചിരുന്ന അത്രയും ദൂരത്തിലേക്ക് വേവ് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ വേവുകൾ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് എമിറ്റ് ചെയ്ത് മറ്റേ സൈഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വേവ് ഇങ്ങനെ പല ആംപ്ലിറ്റ്യൂഡിലുള്ള പല ശക്തിയിലുള്ള ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ചില സ്ഥലങ്ങളിൽ ഈ വേവിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ ആ 0-ലുള്ള സ്ഥലങ്ങളിൽ ചൂട് കറക്റ്റായിട്ട് വരത്തില്ല. പക്ഷേ അതേസമയം ഈ വേവിൻ്റെ ഇത് മാക്സിമം ഉള്ള സ്ഥലങ്ങളിൽ ചൂട് നല്ലപോലെ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന ഫുഡ് ഒരിക്കലും ഈവനായിട്ട് ഹീറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി വേണ്ടി കുറവാണ് മൈക്രോവേവ് വെച്ചിട്ട്. അപ്പം ഫുഡ് ഈവനായിട്ട് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ടേൺ ടേബിൾ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ പാത്രം ഇവിടെ താഴെ ഇരിക്കുന്നത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒക്കെ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ മൈക്രോവേവ് എന്ന് പറയുന്നത് ഈ സൈഡിൽ നിന്ന് എമിറ്റായിട്ട് ഇങ്ങനെ മൈക്രോവേവ് ഇങ്ങനെ വേവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ വേവിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 12 സെൻറ്റിമീറ്റർ വരും. അപ്പം ഫുഡ് ഈവനായിട്ട് ഹീറ്റ് ചെയ്യാൻ വേണ്ടി എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈക്രോവേവ് ഓൺ ആകുന്ന സമയത്ത് ഈ ടേബിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയും അപ്പം ഫുഡ് നമ്മൾ വെക്കുമ്പോഴത്തേക്കിന് എല്ലാ സ്ഥലങ്ങളിലും കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാരണം ഫുഡ് ഈവനായിട്ട് ഹീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ടേൺ ടേബിൾ എന്ന് പറയുന്ന മെക്കാനിസമാണ്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു മൈക്രോവേവ് ഓവനിലുള്ള ഫങ്ഷനാലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ. മൈക്രോവേവ് റീജിയനിലുള്ള ഒരു വേവ് നല്ല ശക്തിയിൽ ഇതിനകത്തുനിന്ന് ഉണ്ടാക്കുകയും ആ മൈക്രോവേവ് വന്നിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസിലെ വാട്ടർ മോളിക്യൂൾസിനെ അജിറ്റേറ്റ് ചെയ്യുകയും അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും ആ ഹീറ്റിൻ്റെ വെളിച്ചത്തിൽ നമ്മളുടെ ഫുഡ് ചൂടാവുകയും ചെയ്യും. അതാണ് മൈക്രോവേവിൻ്റെ ബേസിക് ഫംഗ്ഷൻ. അപ്പോൾ മൈക്രോവേവ് ഫംഗ്ഷനാലിറ്റി മാത്രമുള്ള ഓവനുകളുണ്ട്. അതാണ് ഫസ്റ്റ് കാറ്റഗറി. അപ്പം അതുപോലത്തെ ഓവനുകൾക്ക് റേറ്റ് വളരെ കുറവായിരിക്കും. അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഓൾറെഡി ഉണ്ടാക്കിയ ഫുഡ് ചൂടാക്കുക, അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുക, അല്ലെങ്കിൽ ഫ്രീസറിലിരിക്കുന്ന എന്തെങ്കിലും ഐസായിട്ടിരിക്കുന്ന സാധനം ഡീഫ്രോസ്റ്റ് ചെയ്യുക, ഇതുപോലുള്ള ഫങ്ഷനാലിറ്റീസിന് നമ്മൾ മൈക്രോവേവ് മാത്രമുള്ള ഒരു ഓവൻ നമ്മൾ വാങ്ങിക്കുക. ഇനി അടുത്തത് രണ്ടാമത്തെ കാറ്റഗറി, മൈക്രോവേവും ഗ്രില്ലും ഒരുമിച്ചുള്ള ഒരു ഓവൻ. അപ്പോൾ അതിലെന്നെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോവേവിൻ്റെ ഫങ്ഷനാലിറ്റീസ് എല്ലാം ഉള്ളത് കൂടെ തന്നെ ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു ഗ്രില്ലിൻ്റെ കോയിലും കൂടെ കാണും. ഗ്രില്ലിൻ്റെ കോയിലിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോവേവ് ചെയ്യുന്ന ഫങ്ഷനാലിറ്റി കൂടാതെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗ്രിൽ കോയിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ ടോപ്പ് സർഫസിൽ ഇവിടെയാണ് ആ ഗ്രിൽ കോയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ഒരു ഹീറ്റർ കോയിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ പവർ കൊടുക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് പവർ വരുമ്പം അത് റെഡ് ഹോട്ട് ആവുകയും അതിനകത്തുനിന്ന് ചൂട് അതിൻ്റെ സറൗണ്ടിങ്ങിലോട്ട് വന്നിട്ട് നമ്മളുടെ സാധനം ഗ്രില്ലാവുകയും ചെയ്യും. അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ റാക്ക് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പം ആ ഗ്രിൽ കോയിലിൽ നിന്നുള്ള ഹീറ്റ് കാരണം സാധനം ഗ്രില്ലാവുകയും ചെയ്യും. അപ്പോൾ അത് സിമ്പിളാണ്. പവർ വരുന്നു, ഹീറ്റർ കോയിലിൽ ചൂടാവുന്നു, ആ ചൂടിൽ ഗ്രില്ലാവുന്നു, അത്രേ ഉള്ളൂ. അപ്പം മൈക്രോവേവും ഗ്രില്ലും ഒരുമിച്ചുള്ളതാണ് രണ്ടാമത്തെ കാറ്റഗറി. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഗ്രില്ലിൻ്റെ കൂടെ തന്നെ കൺവെക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടെ വരും. അപ്പോൾ കൺവെക്ഷൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ബേക്കിംഗ് എന്നുള്ള പർപ്പസിന് വേണ്ടിയാണ് കൺവെക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൺവെക്ഷൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഓവനകത്തുള്ള ഈ സ്പേസിനകത്ത് ടെമ്പറേച്ചർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അപ്പോൾ എവിടെ നമ്മളിപ്പോൾ എന്തൊരു കേക്ക് ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ കോർണറിലും, മേളിലും താഴെയും എല്ലായിടത്തും നമ്മൾ 180 ഡിഗ്രി എന്നുള്ള ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ആ സെയിം ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് കൺവെക്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഗ്രിൽ കോയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ലിൻ്റെ ചൂട് മുഴുവൻ മേളിൽ താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേളിൽ ഭയങ്കര ചൂടും താഴെ ചൂട് കുറവായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കൺവെക്ഷൻ ഫംഗ്ഷനാലിറ്റി എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ ഈ നടുക്കത്തെ ഈ ഭാഗത്തിനകത്ത് ഇതിൻ്റെ പുറകിൽ ഒരു ഫാനുണ്ട്, ഒരു മെറ്റൽ ഫാനാണ്. ആ ഫാനിൻ്റെ പുറകിൽ വേറൊരു കോയിലും കൂടെ ഉണ്ട്, ഹീറ്റർ കോയിലും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ബേക്കിംഗ് മോഡിൽ ഇടുമ്പോഴത്തേക്കിന് ആ ഹീറ്റർ കോയിൽ ചൂടാവുകയും ആ ചൂടെടുത്തിട്ട് ഈ ഫാൻ വഴി ഹോട്ട് എയർ ഇതിൻ്റെ ഉള്ളിലോട്ട് കടത്തിവിടുകയും ചെയ്യുന്നു. അപ്പോൾ ഹോട്ട് എയർ കടത്തിവിടുന്നത് കാരണം ഇതിനകത്തുള്ള ടെമ്പറേച്ചർ എല്ലാം തീരുമാനിക്കുന്നത് ആ ഹോട്ടായിട്ടുള്ള എയർ ആയിരിക്കും. അപ്പോൾ എല്ലായിടത്തും ഒരേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ബേക്കിംഗ് ചെയ്യാനും പറ്റും. അപ്പം അതാണ് മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ഓവൻ. നമുക്ക് മൈക്രോവേവും കൺവെക്ഷനും ഗ്രില്ലും ഒരുമിച്ച് നമുക്ക് ഒരു ഓവനിൽ ചെയ്യാൻ പറ്റുന്നതാണ് മൂന്നാമത്തെ കാറ്റഗറി. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞത് മൈക്രോവേവ്, ഏറ്റവും വില കൂടിയതായിട്ടുള്ളത് ഈ പറഞ്ഞ 3 ഫംഗ്ഷനാലിറ്റി ഒരുമിച്ചുള്ളതാണ്. ഇനി ഗ്രില്ലിനകത്ത് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു ഓവനാണ്. ഇത് ഏകദേശം ഒരു 7-8 കൊല്ലത്തോളം പഴക്കമുള്ളതാണ്. അപ്പം ഈ ഗ്രില്ല് ചെയ്യുന്നതിനകത്ത് ഞാൻ പറഞ്ഞു ഈ കോയിൽ ഇതിന് മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചൂടാവുകയും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു റാക്ക് വെച്ചിട്ട് നമുക്ക് ചിക്കനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ വെക്കുകയും നമുക്ക് ഗ്രില്ല് എടുക്കുകയും ചെയ്യാം. അപ്പം നമുക്കിതിനകത്ത് ഇപ്പോൾ ചിക്കൻ തന്നെ ഗ്രില്ല് ചെയ്യുകയാണെന്ന് നമുക്ക് ചിക്കൻ ഇങ്ങനെ കറക്കാനുള്ള സൗകര്യം ഇതിനകത്തില്ല. അപ്പോൾ ഇതിനകത്ത് റോട്ടിസോറി ഫംഗ്ഷൻ ഇല്ല. അപ്പം ആ ഒരു ഫംഗ്ഷനാലിറ്റിയും കൂടെയുള്ള മൈക്രോവേവ് ഓവൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ എങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നമുക്ക് ആ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഗ്രില്ല് നമുക്ക് ഇവിടെ ഒരെൻഡ് ഇവിടെയും കൊടുക്കാം, ഒരെൻഡ് ഈ കോർണറിലും കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു മോട്ടറും കാണും. അപ്പോൾ അതിങ്ങനെ നമ്മളുടെ ചിക്കനെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ചിക്കൻ അപ്പം ഈ ഒരു ഗ്രില്ലിൻ്റെ ചൂട് വെച്ചിട്ട് ചിക്കൻ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുകയും നമുക്ക് ഗ്രില്ല് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു റോട്ടിസോറി ഫംഗ്ഷനും കൂടെയുള്ള മൈക്രോവേവും കൺവെക്ഷനും ഗ്രില്ലും ഉള്ള ഓവനും ഇപ്പം അവൈലബിൾ ആണ്. അപ്പം അതിനകത്ത് ഉള്ള അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈവനായിട്ട് നമുക്ക് ചിക്കനൊക്കെ ഗ്രില്ല് എടുക്കാനുള്ള അഡ്വാൻറ്റേജ് ആ ഒരു ഓവനകത്ത് കിട്ടും. അപ്പം നമ്മൾ മൈക്രോവേവിനെ കുറിച്ച് അറിഞ്ഞു, ഇതിനകത്ത് എന്തൊക്കെ ടൈപ്പുകളുണ്ടെന്ന് അറിഞ്ഞു, അതിൻ്റെ ബേസിക് വർക്കിംഗ് എങ്ങനെയുള്ളതെന്നും അറിഞ്ഞു. അപ്പം എന്ത് ഉപയോഗത്തിനാണ് നമ്മൾ മൈക്രോവേവ് വാങ്ങേണ്ടത്? നമ്മൾ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനം ചൂടാക്കാനുള്ള ഫംഗ്ഷനാലിറ്റിയാണ് പ്രൈമറിലി വേണ്ടവർ എന്നുണ്ടെങ്കിൽ അവർ മൈക്രോവേവ് മാത്രമുള്ള ഓവൻ വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുക, ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കുക, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് മാത്രം മതി എന്നുള്ളവർ മൈക്രോവേവ് മാത്രമുള്ള ഓവനുകൾ വാങ്ങും. ഇനി അതുകൂടാതെ ഇതിൻ്റെ കൂടെ ഒക്കേഷണലായിട്ട് വല്ലപ്പോഴും മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2-3 മാസത്തിൽ ഒരു കിലോ വല്ല ബ്രെഡോ കേക്കോ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ബേക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മൈക്രോവേവും കൺവെക്ഷനും കൂടെയുള്ള മൈക്രോവേവ് ഓവൻ വാങ്ങാൻ പറ്റും. അപ്പോൾ അവർക്ക് ഒക്കേഷണലായിട്ടുള്ള ബേക്കിംഗ് ഇതിനകത്ത് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും റീഹീറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമുക്ക് മൈക്രോവേവ് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഗ്രില്ലിങ്ങും കൂടുതലായിട്ടുള്ളവർ മൈക്രോവേവ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കൂടുതൽ സംസാരിക്കാം. ഇനി ഒക്കേഷണൽ വളരെ റെയറായിട്ട് ഗ്രില്ലിങ് ചെയ്യുന്നവരും അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെയുള്ള ഒരു ഓൾ ഇൻ വൺ ആയിട്ടുള്ള ഒരു മൈക്രോവേവ് ഓവൻ വാങ്ങാം. അപ്പം കൂടുതലും റീഹീറ്റിങ്ങും ഫുഡ് ഡീഫ്രോസ്റ്റിങ്ങും അതുപോലത്തെ ഫംഗ്ഷനാലിറ്റീസ് കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് OTG എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം എൻ്റെ പക്കലിപ്പോൾ OTG ഇല്ല, പക്ഷേ ഇത് വെച്ചിട്ട് തന്നെ എനിക്കത് പറഞ്ഞു തരാൻ പറ്റും. അപ്പം OTG എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെഷീനാണ്. ഓവൻ പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. ഈ ഓവനകത്ത് ഇത്രയും കോംപ്ലിക്കേഷൻ വരാനുള്ള ഒരു മെയിൻ കാരണം, അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മൈക്രോവേവ് ഉണ്ടാക്കുന്നതാണ്. മൈക്രോവേവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ മാഗ്നട്രോൺ എന്ന് പറയുന്നൊരു ഡിവൈസ് വേണം. മാഗ്നട്രോൺ എന്ന് പറഞ്ഞ ഡിവൈസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹൈ വോൾട്ടേജ് വേണം. ആ ഹൈ വോൾട്ടേജ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ട്രാൻസ്ഫോമർ വേണം. അപ്പോൾ ആ ട്രാൻസ്ഫോമറും പിന്നെ മാഗ്നട്രോണിൻ്റെയും എല്ലാം കൂടെ വെയിറ്റും സ്പേസും ഇതിനകത്ത് വരും. പിന്നെ അത് കൂടാതെ ഇതിനകത്തുനിന്ന് മൈക്രോവേവ് പുറത്തോട്ട് ലീക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിനകത്ത് മൾട്ടിപ്പിൾ സേഫ്റ്റി സ്വിച്ചസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഡോർ എപ്പോഴും തുറന്നു കഴിഞ്ഞാൽ മൈക്രോവേവ് ഓഫ് ആവും. അങ്ങനത്തെയുള്ള ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ഇൻ്റഗ്രേറ്റഡ് വരും. അതുകൊണ്ട് ഒരു നോർമൽ മൈക്രോവേവ് ഓവനകത്ത് ഇപ്പോൾ ഈ ഒരു ഇത്രയും സ്പേസ് ആണ് ഇതിനകത്ത് യൂസബിൾ ആയിട്ടുള്ളത്.
അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇത്രയും സ്പേസ് ഇതിൻ്റെ സർക്യൂട്ട് ബോർഡും ട്രാൻസ്ഫോമറും മാഗ്നട്രോണും പിന്നെന്താ അതുപോലെയുള്ള സേഫ്റ്റി സ്വിച്ചസും കാര്യങ്ങളും എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നതാണ് റൈറ്റ് സൈഡ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഹെവിയാണ്, കുറച്ചും കൂടെ ബൾക്കിയാണ്. ഇതിനകത്തുള്ള ഈ സൈസിൽ ഫുൾ കാവിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഇനി നമ്മൾ OTGയിലോട്ട് കിടക്കുമ്പോൾ OTG ഭയങ്കര സിമ്പിളായുള്ളൊരു മെഷീനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 2 വേരിയേഷനിലേ അത് വരുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മേളിൽ ഒരു ഗ്രിൽ കോയിലുണ്ട് ഇതിനകത്ത്. അപ്പം OTGയിൽ വരുമ്പോഴത്തേക്കിനും അതുപോലെ താഴെയും ഒരു ഗ്രിൽ കോയിൽ കാണും. അപ്പോൾ മേളിലും താഴെയും രണ്ടിടത്തു നിന്നും ഈ ഗ്രിൽ കോയിലിൽ നിന്ന് ചൂട് വന്നുകൊണ്ടിരിക്കും. അത് കൂടാതെ അതിനകത്ത് ചിലപ്പോൾ 1 റാക്കോ അല്ലെങ്കിൽ 2 റാക്കോ 3 റാക്കോ ഒക്കെ അതിനകത്ത് കാണും. അപ്പം അതിനകത്ത് പക്ഷേ ഈ ടേൺ ടേബിൾ എന്ന് പറയുന്ന സംഭവം കാണത്തില്ല. കാരണം അതിനകത്ത് മൈക്രോവേവ് ഇല്ലാത്തതുകൊണ്ട് ആ ചൂട് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത് കാരണം നമുക്ക് ടേൺ ടേബിളിൻ്റെ ആവശ്യം അതിനകത്തില്ലാത്തത് ടേൺ ടേബിൾ അതിലില്ല. അപ്പം 2 കോയിലിൽ നിന്നും മേളിൽ നിന്നും താഴെ നിന്നും ഉള്ള ഹീറ്റ് അതിനകത്ത് വരും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മൾ ഗ്രില്ലിങ് ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കര ഫാസ്റ്ററായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നടുക്ക് ഇങ്ങനെ ചിക്കൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മേളിൽ നിന്നുള്ള ഗ്രില്ലിൻ്റെ ചൂട് കാരണം ചിക്കൻ്റെ മേൾഭാഗവും താഴെ നിന്നുള്ള ഗ്രില്ലിൻ്റെ ചൂട് കാരണം ചിക്കൻ്റെ താഴ്ഭാഗം ഒരേ സമയം ഗ്രില്ല് ചെയ്യാൻ പറ്റും. പിന്നെ അത് തന്നെയല്ല നമ്മൾ OTGയിൽ വരുമ്പോഴത്തേക്കിന് ഒരുമാതിരിപ്പെട്ട ബേസിക് OTG തൊട്ട് മുകളിലോട്ട് പോകും തോറും നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ നമുക്ക് കമ്പിയിൽ ഇങ്ങനെ കുത്തി കറക്കാനുള്ള സൗകര്യം ബൈ ഡീഫോൾട്ട് അതിലെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഗ്രില്ലിങ്ങിന് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ളത് എപ്പോഴും ഒരു OTG ആണ്. OTGയുടെ ഫുൾ ഫോം ഓവൻ ടോസ്റ്റർ ഗ്രിൽ എന്നാണ്. ഇനി ബേക്കിങ്ങിലൂടെ കിടക്കുമ്പോൾ ബേക്കിംഗ് നമുക്ക് ഇതിനകത്തും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ബേക്കിങ്ങിലോട്ട് ചെയ്യുന്നവർ, ഇഷ്ടംപോലെ കേക്കുകളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് OTG ഉപയോഗിക്കാൻ പറ്റും. അപ്പം അത് റെഫർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ സ്പേസ് ഉണ്ട്. അപ്പം 2-3 റാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരേ സമയം 2 കേക്കോ 3 കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ 2 സ്ഥലങ്ങളിലും കോയിലുള്ളത് കാരണം ടെമ്പറേച്ചർ കൺട്രോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ അപ്പം ബേക്കിംഗ് മെയിനായിട്ട് ഉദ്ദേശമുള്ളവർ OTG വാങ്ങുവാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹീറ്റിംഗ് കോയിൽ മാത്രം ഉള്ളതല്ലാതെ ഇതിനകത്തൊരു ഫാനും കൂടെ ഉള്ള ടൈപ്പ് OTG വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഫാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലും താഴെയും ഗ്രില്ലുള്ളപ്പോഴത്തേക്കിന് ഈ ഇതിനകത്തുള്ള എയർ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലായിടത്തും ഒരേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ ഫാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം ബേക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ നമുക്കുള്ള സ്പേസിൽ മുഴുവൻ ഈവനായിട്ട് ടെമ്പറേച്ചർ വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ ഫാന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ബേക്കിംഗ് പ്രൈമറി ഉദ്ദേശമായിട്ടുള്ളവർ OTG വാങ്ങുകയാണെങ്കിൽ കൺവെക്ഷൻ ഫാൻ ഉള്ള മോഡലുകൾ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. അപ്പം ഏത് തരത്തിലുള്ള യൂസേഴ്സാണ് OTG വാങ്ങേണ്ടത്? അപ്പോൾ OTG വാങ്ങേണ്ടത് പ്രൈമറിലി ഗ്രില്ലിംഗ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് OTG ആണ്. അതുപോലെ പ്രൊഫഷണൽ ബേക്കേഴ്സിനും ബെറ്റർ ചോയ്സ് OTG ആണ്. കാരണം അതിനകത്ത് ബെറ്റർ ടെമ്പറേച്ചർ കൺട്രോളും കൂടുതൽ സ്പേസും അതിൽ കിട്ടുന്നത് കാരണം പ്രൊഫഷണൽ ബേക്കേഴ്സിന് നല്ലത് OTG ആണ്. പക്ഷേ അവർ ഫാനുള്ള മോഡലുകൾ നോക്കിയെടുക്കണം. പക്ഷേ ഇവിടെ നമുക്ക് ഫുഡ് റീഹീറ്റ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ OTG പ്രിഫറബിൾ അല്ല. കാരണം ഇതിനകത്ത് നമ്മുടെ ഹീറ്റർ കോയിലിൽ നിന്ന് ഫുഡിലോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. അപ്പം കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു അടുപ്പയിൽ വെച്ചിട്ട് ഒരു വെള്ളം തിളപ്പിക്കുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ ഫുഡ് ചൂടാക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ ചൂടാകും, പിന്നെ മുകളിലോട്ട് പതിയെ പതിയെ ചൂട് കയറിയാണ് ഏറ്റവും മുകളിൽ വരെ ചൂടെത്തുന്നത്. അതേ പ്രിൻസിപ്പിളിൽ തന്നെയായിരിക്കും നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. അപ്പം ചൂട് ഒരു സ്ഥലത്തു നിന്ന് ഉള്ളിലോട്ട് കയറി വരണം. അപ്പോൾ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ആ സമയം എടുക്കുന്ന സമയത്ത് നമ്മളുടെ മുകളിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും, താഴെ ചിലപ്പോൾ കരിഞ്ഞു പോകും, അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പം അങ്ങനെ റീഹീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത് മൈക്രോവേവ് ആണ്. കാരണം മൈക്രോവേവിൽ ഫുഡിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സമയം ചൂടാകും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം നമുക്ക് ഒരു സാധാരണ ഒരു ഗ്ലാസ്സിൽ നമുക്ക് വെള്ളം തിളപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 900 വാട്ട്സിൻ്റെ മൈക്രോവേവ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കണമെങ്കിൽ 45 സെക്കൻഡ്സ് മാത്രം നമ്മൾ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടും. അതേസമയം സെയിം സംഭവം നമ്മൾ ഒരു ഹീറ്റർ വെച്ചുള്ള അല്ലെങ്കിൽ ഗ്രില്ല് ഒരു OTG ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറേ മിനിറ്റ്സ് എടുക്കും അത് ചൂടായി വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു റീഹീറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കൊരിക്കലും OTG പ്രിഫറബിൾ അല്ല. അപ്പം ഗ്രില്ലിംഗ് പ്രൈമറി ചോയ്സ് ആയിട്ടുള്ളവർ എപ്പോഴും OTG പ്രിഫർ ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ബേസിക്കായിട്ട് മൈക്രോവേവ് വർക്ക് ചെയ്യുന്നത്, മൈക്രോവേവിൽ തന്നെ എന്തൊക്കെ ടൈപ്പുകളുണ്ട്, OTGയും മൈക്രോവേവും തമ്മിൽ എന്താണ് ഡിഫറൻസ്, ഇതിലേതാണ് നിങ്ങൾക്ക് അഭികാമ്യമായിട്ടുള്ളത്, നിങ്ങൾ ഇതിൽ ഏതാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള ഭാഗം കുറേ ക്ലിയർ ആക്കാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.